കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ആദ്യ യോഗം ഈ മാസം 15-ന് ചേരും. ആരെ വിസി ആക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനുള്ളിൽ ധാരണയായിട്ടില്ല. കേരളത്തിന് പുറത്തുള്ള അക്കാദമിക് വിദഗ്ധരെയടക്കം വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. വിസിയെ ശുപാർശ ചെയ്യാനുള്ള 3-അംഗ സമിതിയുടെ ആദ്യ യോഗം 15-ന് തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലാണ് ചേരുക. UGC പ്രതിനിധിയായി ഗുജറാത്ത് സർവകലാശാല വിസി ഡോക്ടർ ബാരി, സെനറ്റ് അംഗം ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരാണ് ചീഫ് സെക്രട്ടറിക്ക് പുറമെ സെർച്ച് കമ്മിറ്റിയിലുള്ളത്. നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് വിസി സ്ഥാനത്തേക്ക് അപേക്ഷ ക്ഷണിക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആദ്യ സെർച്ച് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതേസമയം കാലിക്കറ്റ് വൈസ് ചാൻസലർ ആരായിരിക്കണമെന്ന കാര്യത്തിൽ വിവിധ പേരുകളാണ് ലീഗ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത്. ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്നും AK രാമകൃഷ്ണൻ, ജോൺ മത്തായി സെന്റർ ഡയറക്ടർ ഡോക്ടർ രത്നരാജ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ അൻവർ, കേരള സർവകലാശാല രജിസ്ട്രാർ ബഷീർ, MGPVC ഡോക്ടർ ഷീന ഷുക്കൂർ എന്നീ പേരുകളാണ് ആദ്യഘട്ടത്തിൽ പരിഗണനയിലുള്ളത്. ഒപ്പം കേരളത്തിന് പുറത്തു നിന്നുള്ള ചില അക്കാദമിക് വിദഗ്ധരും പരിഗണനയിലുണ്ട്. ജാമിയ മില്ലിയ സർവകലാശാലയിൽ നിന്നും AK പാഷയും പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിലുള്ളതായാണ് വിവരം. ഇതിൽ AK രാമകൃഷ്ണനോട് പ്രമുഖ ലീഗ് നേതാവ് സംസാരിക്കുകയും ചെയ്തു. ദലിത് വിസി എന്ന ആവശ്യവും ലീഗിനുള്ളിൽ നിന്നും ഉയരുന്നുണ്ട്. KPA മജീദ്, ET മുഹമ്മദ് ബഷീർ, മന്ത്രി അബ്ദുറബ്ബ് എന്നിവരെയാണ് മതിയായ യോഗ്യതയുള്ള വ്യക്തിയെ കണ്ടെത്താനായി ലീഗ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുടെ യോഗവും ഉടൻ ചേരും. ആരാണെന്ന കാര്യത്തിൽ ധാരണയായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടിയും ഗവർണറുമായി അനൗപചാരിക കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് മാത്രമേ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാരിന്റെയും സെനറ്റ് പ്രതിനിധിയുടെയുമായി വിസി സ്ഥാനത്തേക്കുള്ള പേര് നൽകൂ. റിപ്പോർട്ടർ, കോഴിക്കോട്.